പുട്ടുപൊടി കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ നെയ്പത്തിരി ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ റെസിപ്പി. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. എൻ്റെ നാട്ടിൽ ഇതിനെ നെയ്പത്തൽ എന്നും കൂടി പറയും. അതിന് വേണ്ടത് പുട്ടുപൊടി വേണം. ഇവിടെ ഞാൻ 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. 1.5 കപ്പ് പുട്ടുപൊടി കൊണ്ട് ഏകദേശം 15ഓളം നെയ്പത്തിരി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതിനുശേഷം തിളപ്പിച്ച വെള്ളം, എത്ര പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അത്രയും അളവ് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം 5-10 മിനിറ്റ് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒരു അരപ്പും കൂടി ചേർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, അതിലേക്ക് കുറച്ച് സവോള, അതിലേക്ക് കുറച്ച് പെരുംജീരകവും ചെറിയ ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായി അരക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇനി ഈ തേങ്ങയുടെ കൂട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം കൂടി ചേർത്ത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പാകത്തിൽ കുഴച്ച് ചെറിയ ഉരുളകളാക്കി എടുത്ത് നെയ്പത്തിരിക്ക് പരത്തുന്ന ഷേപ്പിൽ പരത്തിയെടുത്ത് ആവശ്യത്തിന് എണ്ണയിൽ വറുത്തെടുക്കാം.